Nagarjun Skok, GDN, Global Swami. Durasamy Naidu. 1893 1974. അത് 1893 ജനിച്ച ഈ മനുഷ്യൻ 1974 മരിച്ചു. മരിക്കുന്ന സിനിമ കാണിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടം ഇതിൽ തന്നെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ബയോഗ്രഫിയാണ്, ബയോഗ്രാഫിക്കൽ സിനിമയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഈ GDNൻ്റെ. അപ്പോൾ ഇവരിങ്ങനെ 1980s ഇവരിങ്ങനെ വായിക്കുക അദ്ദേഹത്തിൻ്റെ ചരിത്രം. യൂണിവേഴ്സിറ്റിയിലെ ഒരു വൈസ് ചാൻസലറുടെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വെച്ചിട്ട് ഇവരിങ്ങനെ വായിക്കുക അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം. ഈസ് എ ടെക്നിക്കൽ പയനിയർ, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരു ഭയങ്കര ഒരു വേഴ്സറ്റൈൽ ജീനിയസാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഈ സിനിമ ഇറങ്ങുന്ന മുമ്പ് അറിയില്ലായിരുന്നു. ഞാൻ സ്കൂളിലൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ GDN എന്ന് പറഞ്ഞ് ഞാൻ തപ്പിപ്പോയ സമയത്ത് ഇദ്ദേഹം ഒരു മികപ്പെரிய സംഭവമാണെന്ന് മനസ്സിലായി. ഇദ്ദേഹം ഒരു വേഴ്സറ്റൈൽ ജീനിയസ്, അതായത് ഇദ്ദേഹം കൈവക്കുന്ന മേഖലകളില്ല. ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കൽ പൈനിയറാണ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഇദ്ദേഹം കുറേ ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം എഡിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന CV രാമനൊക്കെ ആയിട്ട് എടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് എല്ലാ ആൾക്കാരും, ജവഹർലാൽ നെഹ്റുവായിട്ടും എല്ലാ ആൾക്കാരും, ഇദ്ദേഹം ഒരു ഭയങ്കര റിച്ച് ആയിരുന്നു, അധ്വാനിച്ചുണ്ടാക്കിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ഇദ്ദേഹം ജർമ്മനിയിൽ പോയിട്ടുണ്ട്, ഹിറ്റ്ലറെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കോയമ്പത്തൂരിൽ, ഇദ്ദേഹം കോയമ്പത്തൂരാണ് ജനിച്ചത്. ബട്ട് ഇദ്ദേഹത്തിന് മറ്റേ തെലുങ്കാന കണക്ഷൻ ഉണ്ട്, അതാണ് നായിഡു പേര് വന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരൻസ് ഒക്കെ തെലുങ്ക് സംസാരിക്കുന്ന തമിഴ്സാ, മനസ്സിലായില്ലേ? അതാണ് നായിഡു എന്ന് പേര് വന്നത്. അതാണ് GDN എന്ന് പേര് വന്നത്. നായിഡു എന്ന് പറഞ്ഞിട്ട് ഇത് തെലുങ്കാണെന്ന് വിചാരിക്കേണ്ട, ഈസ് എ തമിഴിയൻ. ഓൾസോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു എക്സിബിഷൻ ഉണ്ട്, പെർമനന്റ് എക്സിബിഷൻ ഉണ്ട്, മ്യൂസിയം പോലെ സെറ്റപ്പ് ഉണ്ട് കോയമ്പത്തൂർ. പോയ കാണാം. ഇദ്ദേഹം പല പരിപാടി, പോളിടെക്നിക് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പോളിടെക്നിക് ഒക്കെ ഇദ്ദേഹമാണ് സെറ്റപ്പ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഇൻവെൻഷൻസ്. ചുമ്മാ എഡിസൺ ഓഫ് ഇന്ത്യ എന്ന് ചുമ്മാ വിളിക്കൂല്ലോ. ഇദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ട്, എഡിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ കൃഷ്ണകുമാർ രാംകുമാർ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ഗോവിന്ദ് വസ്തയാണ് മ്യൂസിക്. ടെക്നിക്കലി ഭയങ്കര ഒരു പടമൊന്നുമല്ല, പക്ഷേ നോട്ട് ടു ബാഡ്. പിന്നെ മാധവൻ, നമ്മുടെ മാധവൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് റൈറ്റിങ്ങിലും അദ്ദേഹം റൈറ്ററാണ്, ഡയലോഗ്സും അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൽ സത്യരാജ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ. ഇതെനിക്ക് കിടച്ചൊരു മികപ്പെരിയ വരപ്രസാദം. ചേരാം வாங்கோ ஜெயராம், வணக்கம் ஜெயராம், வாங்கோ வணக்கம், வணக்கம் வாங்கோ ஜெயராம், ഹേ ജയറാം. അപ്പോൾ അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമളി ക്യാരക്ടറല്ല ഇതിൽ, മാധവൻ്റെ ക്യാരക്ടർ, അതായത് GDN-ഉം ഈ അമ്പലക്കര കൃഷ്ണൻ എന്നാണ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരോ, അതായത് അമ്പലക്കര കൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ടാക്സ് ഓഫീസറായിട്ടാണ് ജയറാം അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം ടാക്സ് കിട്ടൂല, ആര്, ഈ GDN. 1947 മുൻപ്, അതിന് ശേഷം പുള്ളി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറേ പരിപാടികൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി നമുക്കറിയില്ല. ഇതിനിപ്പം വൈറ്റ് വാഷിംഗ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് പ്രൊപ്പഗാൻഡ ഫിലിമാണോ ഒന്നും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയാൻ സാധിച്ചു. ഇദ്ദേഹം വൻ പരിപാടിയാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ഒരു ഫോറിനടുത്ത് ഒരു സായിപ്പിനടുത്ത് ഒരു മോട്ടോർ സൈക്കിൾ കണ്ടിട്ട് അത് വാങ്ങാൻ ആഗ്രഹം. അതിന് സ്വരൂപിച്ച് വെച്ച പൈസ കർഷകർക്ക് കൊടുത്ത് ഇദ്ദേഹം മറ്റേ ഹൈബ്രിഡ് കൃഷി, ഹൈബ്രിഡ് കൾട്ടിവേഷൻ, ഇങ്ങനെ പല പരിപാടി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വൻ പരിപാടികൾ ചെയ്തിട്ടുള്ള ആളാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ വായിച്ചാൽ മനസ്സിലാവും ഇദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഇദ്ദേഹം ഒരു സെർവറായിട്ട് പണിയെടുക്കുന്നു, പിന്നെ റെസ്റ്റോറൻറ്റ് പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, മോട്ടോർ സൈക്കിൾ വാങ്ങുന്നു, ഡിസ്മാൻഡിൽ ചെയ്യുന്നു, അതിൻ്റെ സംഭവം കണ്ടുപിടിക്കുന്നു. പിന്നെ UMS അങ്ങനെ എന്താ പറഞ്ഞിട്ട്, മോട്ടോർ കോർപ്പറേഷൻ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ബസ് സർവീസ് ആരംഭിക്കുന്നു. രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം അത് ഗ്ലോറിഫൈ ചെയ്യുന്നുള്ളതല്ല, അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതിൽ കാണിക്കുന്നത് പ്രിയാമണിയാണ് ആദ്യം കല്യാണം കഴിച്ചത്. പ്രിയാമണി ഒരു ദിവസം ഒരു പാർട്ടി പോയ സമയത്ത് പ്രിയാമണിക്ക് സ്വയം തോന്നുകയാണ്, ഇദ്ദേഹത്തെ പോലത്തെ ബ്രിട്ടീഷുകാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളുടെ ഭാര്യയായിട്ട് ഇരിക്കാൻ ഞാൻ യോഗ്യയില്ല. അതുകൊണ്ട് പ്രിയാമണിയുടെ ക്യാരക്ടർ പറയാണ്, ഹേ മനുഷ്യ, നിങ്ങൾ വേറെ നല്ലൊരു പെണ്ണെ കല്യാണം കഴിക്കൂ, നിങ്ങളെ സെറ്റപ്പിനെ പറ്റി ഞാൻ ഒഴിഞ്ഞ് മാറുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അയ്യോ GDN മാധവൻ അങ്ങ്
അതങ്ങ് വികാരം കൊണ്ട് മാധവൻ പിന്നെ കല്യാണം കഴിക്കുന്ന തുഷാരനെ, ഇയാൾ മോളെ പ്രായമുള്ള തുഷാര വിജയനെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, ഇതെന്തിനാ ജസ്റ്റിഫൈ ചെയ്ത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അന്ത കാലഘട്ടത്തിലൊക്കെ 2 കിട്ടും 3 കിട്ടും. പിന്നെ പ്രിയാമണിനെ കാണിക്കുന്നില്ല, അതിന് എന്ത് ജസ്റ്റിഫിക്കേഷൻ മനസ്സിലായില്ല. സത്യരാജൊക്കെ കിഡു ആക്ടിങ് ആയിരുന്നേ. പിന്നെ നമ്മളെ നന്ദു ഉണ്ട് മലയാളത്തിലെ, തിരുവനന്തപുരംകാരൻ നന്ദു, നല്ല ഒരു റോള് ചെയ്തിട്ടുണ്ട്. തമ്പിനാമയ്യുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ പടം ഇങ്ങനെ പോവാ. ഈ പടം നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുൻപോട്ട് പോകും. ഇത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇത്രയും ഈ ലൈഫ് സ്പാൻ ഉണ്ടല്ലോ, ഇത്രയും ഇത് കാണിക്കാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് 10 വർഷം അങ്ങനെ അടിച്ചു വിടുക. അവസാനം 1947 കഴിയുമ്പോൾ 1947 പിന്നെ പെട്ടെന്ന് കയറുന്നത് 1954 പെട്ടെന്ന് അടുത്തത് നോക്കുമ്പോൾ. പിന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് 1960s 70s ഒക്കെ എത്തിപ്പോയി. അപ്പോൾ പെട്ടെന്ന് പോകുന്നത്. പിന്നെ ഇതിൽ ലാസ്റ്റ് ചില ട്വിസ്റ്റും ചില ബ്രില്യൻസും അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ബേസിക്കലി ഇതൊരു മോശം സിനിമയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ബയോഗ്രഫി കാണുന്ന സമയത്ത് വെറുതെ ബയോഗ്രഫി ആയിട്ട് ഇങ്ങനെ GDനെ കുറിച്ച് അറിയാം, മനസ്സിലായി. ദുരസ്വാമി ആളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാനല്ലാണ്ട് ഇത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒന്നും വലുതായിട്ടില്ല. പക്ഷേ ഒരിക്കലും മോശം സിനിമയില്ല, ടെക്നിക്കലി മോശമില്ല, ആക്ടിങ് വൈസ് ടു ഗുഡ്. മാധവനൊക്കെ ഒരു കമൽ സാറിൻ്റെ ഒക്കെ ഒരു ലെവലിൽ അഭിനയിച്ചിരിക്കുന്നത്. ഉനക്ക് സക്കരവാദി ഇരിക്കാം, ഓ സക്കരവാദി ഇരിക്കാം, കമൽ സാറിൻ്റെ ഒക്കെ ലെവലിൽ உங்களுக்கு സക്കരവ്യാധി ഇരിക്കോ, ആ ലെവലിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആക്ടിങ്, മേക്കപ്പ് പരിപാടി. ഹിറ്റ്ലറെ കാണാൻ പറഞ്ഞില്ല. ഇദ്ദേഹം മറ്റേ എന്താ റേസർ, ഇലക്ട്രോണിക് റേസറൊക്കെ കണ്ടുപിടിച്ചതാണ്. ആദ്യത്തെ മോട്ടോർ കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. പിന്നെ കൊമ്പാഷൻ മറ്റേ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്തോ ഇയാൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇയാൾ വൻ പരിപാടിയാണ്. ടാറ്റേനൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് പടത്തിനകത്ത്. അപ്പം ഇതിപ്പോൾ സൂര്യ പോട്ടർ പോലെ, സൂര്യ പോട്ടർ ഒരു ഇതുപോലത്തെ ഒരു ബയോഗ്രഫി ഫിലിമാണല്ലോ ഈ വിമാനത്തിൻ്റെ. അപ്പം അതുപോലെ ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയല്ല. ഇത് ഭയങ്കര തന്നെ. പക്ഷേ നല്ല പെർഫോമൻസസ് ഉണ്ട്. സത്യരാജ് കിടലം പെർഫോമൻസാണ്, ജയറാം കിടലം പെർഫോമൻസാണ്. എസ്പെഷ്യലി ക്ലൈമാക്സ് സീനിലൊക്കെ തന്നെ കിടലം പെർഫോമൻസാണ്. മാധവനായിട്ടുള്ള എൻകൗണ്ടർ, ആ സംസാരം. ജയറാം വന്നതിന് ശേഷം ജയറാം വാങ്കോ, ജയറാം വണക്കോ, വാങ്കോ വണക്കോ, വണക്കം വാങ്കോ ജയറാം, ഹേ ജയറാം. തൊണ്ടവേനയാന്ന് ഇയാൾ ഈ ശബ്ദം വെച്ച് ശിവാജി ഗണേശൻ മോനുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, കാണാൻ അങ്ങോട്ട്. ഹേ ജയറാം. അപ്പോൾ ജയറാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു ബയോഗ്രഫി സിനിമ എന്ന നിലയ്ക്ക് നല്ല വൃത്തിക്കെടുത്തുള്ളൊരു സിനിമ തന്നെയാണ്. മാധവന് ഇതിന് മുൻപ് ഇത് മറ്റേ റോക്കറ്ററി എടുത്തല്ലോ, മറ്റേ നമ്പിനാരായണൻ്റെ. പുള്ളി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇത് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അഭിനയിച്ചിരിക്കുന്നത്, പുള്ളി ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ സിനിമയെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്സ്, നല്ല അടിപൊളി ഫ്രെയിംസ്, കീട്ടില്ല. ഫ്രെയിം എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഫ്രെയിം അല്ല, ഈ ഫ്രെയിം കന്നഡൻ്റെ ഫ്രെയിം മൊത്തം കിടുവോ. എല്ലാവരും വെക്കുന്നു, സത്യരാജ് വെക്കുന്നത്, ജയറാം വെക്കുന്നത്, തുഷാര വെക്കുന്നത്, സെറ്റ് ഫ്രെയിംസ്, വിൻറ്റേജ് സാധനങ്ങൾ, അതൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പീരീഡാണുള്ള സിനിമ, ആ കാലഘട്ടവും പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മറ്റേ പ്ലാവഡി ബ്രദേഴ്സ് ഉണ്ടല്ലോ, മറ്റേ കനാൽ ടീംസ്, കനാൽ ബോയ്സ്, അവരെ ഇളയ ചെക്കൻ ഒരു കാറിനെ മോട്ടറും വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കുമ്പോഴില്ല. GDN ഈസ് ദ റിയൽ ലെജൻഡ്, ദ റിയൽ ജീനിയസ്. അത്രയും ഒരു നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം അതിന് മുൻപ് ടാക്സ് വെട്ടിച്ച് അത് അടച്ചില്ല, ബ്രിട്ടീഷുകാർക്കായോണ്ട് അടച്ചില്ല എന്നാണ് പുള്ളി പറയാൻ ന്യായം. അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് അവർ കൺസേൺ. സിനിമ നിലയ്ക്ക് ഇങ്ങനെ ഒരാളെ അറിയാൻ സാധിച്ചു. GDN குழந்தை கொண்டு மாதிரி இருக்கு.